കാറ്റിന്റെ വഴിത്താരകളിൽ എവിടെയോ വെച്ചാണ് മനുഷ്യൻ കടലിന്റെ ഹൃദയമിടിപ്പ് തിരിച്ചറിഞ്ഞത്. കലിംഗത്തിന്റെ തീരങ്ങളിൽ നിന്ന് ഉപ്പുരസമുള്ള കാറ്റും പേറി തെക്കോട്ട് തുഴഞ്ഞുപോയ ആ പഴയ തടിക്കപ്പലുകൾ വെറുമൊരു ദൂരയാത്രയായിരുന്നില്ല. അതൊരു വംശത്തിന്റെ, സംസ്കാരത്തിന്റെ തന്നെ പ്രയാണമായിരുന്നു. ഇരുണ്ട വനഭൂമികൾക്കും പുകയുന്ന അഗ്നിപർവ്വതങ്ങൾക്കും മീതെ രാത്രി പെയ്തിറങ്ങുമ്പോൾ ജാവയിലെ ഏതോ ഒരു ഉൾഗ്രാമത്തിൽ വിളക്കിന്റെ വെളിച്ചം തെളിയുകയായി. ഭാരതത്തിന്റെ ഇതിഹാസങ്ങൾ കേട്ടുണർന്ന നമുക്ക് കടലിനക്കരെയുള്ള ആ ജാവനീസ് ഗ്രാമത്തിലെ തോൽപ്പാവക്കൂത്തിന്റെ നിഴലുകളിൽ അർജുന വിജയവും രാമായണ കകവിൻ വരികളും കേൾക്കുമ്പോൾ ഒരു അത്ഭുതം തോന്നും. രാമനും സീതയും ലക്ഷ്മണനും നമ്മുടെ സരയൂ നദിക്കരയിൽ മാത്രമല്ല ജീവിച്ചത്. അവർ ഇന്തോനേഷ്യയിലെ ബ്രന്ദാസ് നദിക്കരയിലും വനവാസത്തിന് പോയിട്ടുണ്ട്. യോഗ്യകർത്തായ്ക്ക് പുറത്തുള്ള അഗ്നിപർവ്വത സ്ഫോടനങ്ങളാൽ രൂപം കൊണ്ട ആ സമതലത്തിൽ പ്രാമ്പനനിലെ ശിവക്ഷേത്രത്തിന് മുന്നിൽ നിൽക്കുമ്പോൾ ഏതൊരു മനുഷ്യനിലും അത്ഭുതത്തിന്റെ ഒരു വിറയൽ വരും. ആ ഗർഭഗൃഹത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ദൈവം, അവിടുത്തെ ചുവരുകളിൽ കൊത്തിവെച്ചിരിക്കുന്ന മഹാകാവ്യം, എന്തിനേറെ ആ ശിലാഫലകങ്ങളിൽ ഒരിക്കൽ കൊത്തിയെടുക്കപ്പെട്ട സംസ്കൃത അക്ഷരങ്ങൾ പോലും എല്ലാം 3000 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ഒരു ഉപഭൂഖണ്ഡത്തിൽ നിന്ന് ഒഴുകിയെത്തിയവയാണ്. അതൊരു അധിനിവേശ സൈന്യത്തിന്റെ കരുത്തിലല്ല ഇങ്ങോട്ട് വന്നത്, മറിച്ച് കാലവർഷക്കാറ്റിന്റെ ഗതി എറിഞ്ഞു നീങ്ങിയ ഒരു സാധാരണ വ്യാപാരിയുടെ മരത്തോണിയിലാണ്. ഐതിഹ്യങ്ങൾ ആകർഷകമായിരിക്കാം, എന്നാൽ ചരിത്രകാരന്മാർക്ക് കൃത്യമായ അടിത്തറ നൽകുന്നത് ശിലാശാസനങ്ങളാണ്. ഈ കാര്യത്തിൽ ഇന്തോനേഷ്യൻ ദ്വീപസമൂഹങ്ങൾ ചരിത്രത്തോട് വളരെ ഉദാരത കാണിച്ചിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ ഇന്ത്യൻ സംസ്കാരത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന ഏറ്റവും പഴയ രേഖ കിഴക്കൻ കലിമാന്താനിലെ മഹാകം നദിക്ക് സമീപം കണ്ടെത്തിയ 7 ബലിത്തൂണുകളാണ്. സംസ്കൃത ഭാഷയിൽ പല്ലവ ലിപിയിൽ കൊത്തിവെച്ചിട്ടുള്ള ഇവ ഏകദേശം AD 400 കരുതപ്പെടുന്നു. മൂളവർമ്മൻ എന്ന രാജാവ് നടത്തിയ വലിയ വേദയാഗങ്ങളെക്കുറിച്ചും പറയുന്നുണ്ട്. തൊട്ടടുത്തു തന്നെ ജാവ വെറുമൊരു ഹിന്ദു അല്ലെങ്കിൽ ബുദ്ധരാജ്യമായിരുന്നില്ല എന്ന് തെളിയിക്കുന്ന പ്രാമ്പനൻ ക്ഷേത്രം നിലകൊള്ളുന്നു. ബോറോബുദൂർ നിർമ്മിച്ച് ഒരു തലമുറയ്ക്കുള്ളിൽ മറ്റൊരു എതിർ രാജവംശമാണ് ഈ ഗംഭീരമായ ശൈവക്ഷേത്രം നിർമ്മിച്ചത്. അവിടുത്തെ ഗ്യാലറികളിൽ രാമായണ കഥ മുഴുവൻ പാനൽ ബൈ പാനലായി കൊത്തിവെച്ചിരിക്കുന്നു. ഇന്ത്യക്ക് പുറത്ത് രാമന്റെ വനവാസ കഥ ദൃശ്യരൂപത്തിൽ ആവിഷ്കരിച്ച ഏറ്റവും പഴക്കമേറിയ നിർമ്മിതിയാണിത്. ഭാരത ഉപഭൂഖണ്ഡത്തിൽ പോലും ഇത്രയും പഴക്കമുള്ള മറ്റൊരു രാമായണ ദൃശ്യാവിഷ്കാരം ഇല്ല. അടുത്ത 6 നൂറ്റാണ്ടുകളോളം ജാവയിലും സുമാത്രയിലുമായി ഹിന്ദു ബൗദ്ധ രാജ്യങ്ങൾ മാറി മാറി ഭരിച്ചു. 14ാം നൂറ്റാണ്ടിലെ മജ്ജാപാഹിത് സാമ്രാജ്യം അവിടുത്തെ കൊട്ടാരം കവിയായ പ്രപഞ്ച നഗരകൃതാഗമ എന്ന കാവ്യം രചിച്ചു. ഇന്നത്തെ ഇന്തോനേഷ്യയുടെ ദേശീയ മുദ്രാവാക്യമായ ഭിന്നേക തുങ്കൽ ഇക്ക അഥവാ വൈവിധ്യത്തിൽ ഏകത്വം എന്ന പഴയ ജാവനീസ് വാചകം പോലും സംസ്കൃത വേരുകളിൽ നിന്നുണ്ടായതാണ്. ആധുനിക ഇന്തോനേഷ്യൻ ഭാഷയിൽ ഇന്നും അടിസ്ഥാന ആശയങ്ങളായ ഭാഷ, രാജാവ്, മനുഷ്യൻ, നാമം തുടങ്ങിയ 100 കണക്കിന് സംസ്കൃത പദങ്ങളുണ്ട്. അവരുടെ ദേശീയ എയർലൈൻസിന്റെ പേര് ഗരുഡ എന്നാണ്. ദേശീയ ചിഹ്നം ഗരുഡ പഞ്ചശീലയാണ്. അവിടുത്തെ വായങ്കുലിത് എന്ന നിഴൽക്കൂത്ത് ഇന്നും ജാവയിലെയും ബാലിയിലെയും ഗ്രാമീണർക്ക് മുന്നിൽ രാമായണവും മഹാഭാരതവും അവതരിപ്പിക്കുന്നു. അവർ ഒരിക്കലും ഒരു സംസ്കൃത ഗ്രന്ഥം പോലും വായിച്ചിട്ടുണ്ടാകില്ല. ഇന്ന് ഇന്തോനേഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സാംസ്കാരിക ജീവിതത്തിന്റെ കേന്ദ്രം ഇപ്പോഴും രാമായണമാണ്. ഇന്തോനേഷ്യൻ മുസ്ലിങ്ങൾ ഇന്നും അഭിമാനത്തോടെ പറയുന്നത്, ഞങ്ങളുടെ മതം ഇസ്ലാമാണ്, എന്നാൽ ഞങ്ങളുടെ സംസ്കാരം രാമായണമാണ് എന്നാണ്. കൊത്തിവെച്ച ശില പോലെ സത്യമുള്ള ഒരു ബന്ധം.